കോർപ്പറേറ്റ് വെബ്സൈറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് എ കമ്പനി ഓർ ഓർഗനൈസേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്സ് ബിസിനസ്, പ്രോഡക്ട്സ്, സർവീസസ് ആൻഡ് ആക്ടിവിറ്റീസ്. കോർപ്പറേറ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെയോ ഒഫീഷ്യൽ വെബ്സൈറ്റിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കൂടി നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ആ ഒരു കമ്പനി എന്ത് ബിസിനസ്സാണ് നടത്തുന്നത്, അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. അവരെന്തൊക്കെ പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റിനെയാണ് കോർപ്പറേറ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആപ്പിളിൻ്റെ കോർപ്പറേറ്റ് വെബ്സൈറ്റ് www.apple.com. ഓക്കെ, അതുപോലെ ഓരോ കോർപ്പറേറ്റുകൾക്കും അല്ലെങ്കിൽ ഓരോ കമ്പനീസിനും എന്തുണ്ടായിരിക്കും? ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിനെയാണ് കോർപ്പറേറ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വെബ്സൈറ്റിൻ്റെ, അതായത് ഓരോ കമ്പനീസും ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ആ കമ്പനിയുടെ ഇമേജ് ഒന്നും കൂടി ബിൽഡ് ചെയ്യുക. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനമാണ് എന്നുള്ളതൊക്കെ ഒരു ഇമേജ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷൻ എന്തെല്ലാം പ്രോഡക്റ്റ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, സർവീസസ് എന്തൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് കോർപ്പറേറ്റ് വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പം ആ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് ആരൊക്കെയാണോ അവരെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുക. അത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, ഇൻവെസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇവരെ ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഓക്കെ, സപ്ലയേഴ്സ് ആയിരിക്കാം, പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഇവരൊക്കെ എന്ത് തന്നെയാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സും അതായത് കമ്പനിയുടെ റിലേറ്റഡ് പാർട്ടീസിനോടും കൺസ്യൂമേഴ്സിൻ്റെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ കോർപ്പറേറ്റ് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി കോർപ്പറേറ്റ് വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കണ്ടൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഫസ്റ്റ് വൺ അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഹോം പേജാണ്. ഏതൊരു കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനും ഒരു ഹോം പേജ് ഉണ്ടായിരിക്കും. ആ ഹോം പേജിൽ എന്തായിരിക്കും ഉണ്ടാവുക? ആ ഒരു കമ്പനീനെ പറ്റിയിട്ടുള്ളൊരു ഓവർവ്യൂ, ഓവറോൾ ആയിട്ടുള്ളൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്ന, കമ്പനിയെ പറ്റി ഓവറോൾ ആയിട്ടുള്ളൊരു ഐഡിയ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന പേജാണ് ഹോം പേജ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് എബൌട്ട് അസ് ആണ്. അതായത് ആ ഒരു കമ്പനിയുടെ വിഷൻ എന്താണ്, ഹിസ്റ്ററി എന്താണ്, മിഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? വിസിറ്റേഴ്സിന് ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേജാണ് എബൌട്ട് അസ്. പിന്നെ വന്നിട്ട് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, ആ ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന പ്രോഡക്ട്സും സർവീസസും എന്തെല്ലാമാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പേജാണ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മാനേജ്മെൻറ്റിൽ, അതായത് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആരൊക്കെയാണ്, മാനേജ്മെൻറ്റ് ടീമിൽ ആരെല്ലാം ഉണ്ട്. ഓക്കെ, അതായത് കമ്പനി ലീഡേഴ്സും അതുപോലെ തന്നെ കമ്പനി സ്റ്റാഫിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ഈ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടീമിൽ ഉണ്ടാവുക. പിന്നെ പറയുന്നത് ഇൻവെസ്റ്റർ റിലേഷനാണ്. അതായത് ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സും ആൾക്കാർ, അങ്ങനെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ മെയിൻ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ്, ആ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ആനുവൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു പേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ പറയുന്നത് ന്യൂസ് അല്ലെങ്കിൽ പ്രസ് റിലീസസ് എന്ന് പറയുന്ന പേജാണ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. അതായത് ആ ഒരു കമ്പനിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആണത്. പിന്നെ പറയുന്നത് കരിയേഴ്സ് ആണ്. അതായത് ആ ഒരു കമ്പനിയിൽ ജോബ് ഓപ്പണിങ്സോ കാര്യങ്ങളോ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ കോൺടാക്ട് ആസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. അതെന്താണ്? കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ മെയിൽ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക. പിന്നെ പറയുന്നത് CSR ആക്ടിവിറ്റീസ്, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ് എന്തെല്ലാമാണോ ഈ ഒരു കമ്പനി കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ആ ഒരു കമ്പനിയുടെ പ്രൈവസി പോളിസി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അവരുമായിട്ട് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അവരുടെ പ്രൈവസി പോളിസി എന്തെല്ലാമാണ്, ഇത്രയും ഡീറ്റെയിൽസ് ഒരു കോർപ്പറേറ്റ് വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും.